നവ്യ ഹരിദാസ് ബിജെപിയുടെ നേതാവ്, ഒപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് കേരളം 2000 കോടി ആവശ്യപ്പെട്ടു. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ മറികടക്കുകയാണ് നമ്മുടെ ലക്ഷ്യം, അവിടെ പുനർനിർമ്മാണമാണ് ലക്ഷ്യം. പക്ഷേ അനുവദിച്ചത് 529 കോടിയാണ്. എന്തായാലും ആ തുകയെ ചെറുതായി കാണുകയല്ല, പക്ഷേ അതിന് വച്ചേക്കുന്ന നിബന്ധനകൾ വെല്ലുവിളിയാണ്. 2 കാരണങ്ങൾ. ഒന്ന്, ഇത് മാർച്ച് 31-നകം ചെലവഴിക്കണമെന്നത് അപ്രായോഗികമായ ഒരു നിബന്ധനയാണ്. 2, പുനർനിർമ്മാണത്തിന് കെട്ടിട നിർമ്മാണം പോലെയുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ സഹായം ചോദിച്ചപ്പോൾ സഹായം നൽകി എന്നതിനപ്പുറത്തേക്ക് ഇതൊരു അപഹസിക്കലായി മാറുകയാണ്. ഒരിക്കലുമല്ല. ഇത് കിട്ടിയിരിക്കുന്നത് 500 ചില്ലാൻ കോടി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ തുകയല്ല. കേരളം ആവശ്യപ്പെട്ട 2000 കോടി എന്ന് പറയുന്നതിന്റെ ഒരു എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കാതെയാണ് കേന്ദ്രത്തിന് ഒരു ഊഹം വെച്ചുകൊണ്ട് ഒരു 2000 കോടി എന്നുള്ള കണക്കാണ് കേരളം നൽകിയിട്ടുള്ളത്. ഇവിടെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് അനിവാര്യമായിട്ടുള്ള പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് മാർച്ച് മാസത്തിന് മുൻപ് തന്നെ അത് റിലീസ് ചെയ്തുകൊണ്ട് പരമാവധി കാര്യങ്ങൾ വയനാട്ടിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ടൈം പീരീഡ് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് അതിനുശേഷമാണെങ്കിലും ഈ ഒരു നമുക്ക് അനുവദിക്കേണ്ട തുക എന്ന് പറയുന്ന ഈ ഒരു 2000 കോടി രൂപയിലേക്ക് അധികം വരുന്ന തുക എന്ത് തന്നെ ആയിരുന്നാലും ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് തരാൻ തയ്യാറാണ് എന്ന് കേന്ദ്രം ഇതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ഒരു മുഖ്യ ആയുധമായിട്ട് CPM ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, വയനാട് വിഷയത്തിന് എടുത്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ സമയത്തും കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങളുടെ കണക്കുകൾ അവതരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ പുനർനിർമ്മാണത്തിന് വേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ആ തർക്കം അത് നിൽക്കട്ടെ, അതിന്റെ എന്ത് തന്നെയായാലും ഒതുക്കാം. നമുക്ക് അതിനപ്പുറം ഈ തുക അനുവദിച്ചതിൽ 2 അപ്രായോഗികത ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയത്തിനപ്പുറം. ഒന്ന്, മാർച്ച് 31-നകം, അതായത് ഇനി 40-ലധികം ദിവസം മാത്രമാണ് ബാക്കിയാവുന്നത്. നമുക്കറിയാം, ഒരു പദ്ധതി 40 ദിവസം കൊണ്ട് എങ്ങനെ പൂർത്തിയാവാനാണ്? കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമായിരിക്കും ഫണ്ട് കൈമാറി വരിക. അപ്പോൾ സ്വാഭാവികമായും തികച്ചും അപ്രായോഗികമായ നിർദ്ദേശമെന്ന് നമുക്ക് തന്നെ അറിയാം. അതിലൊരു തിരുത്തൽ വേണ്ടതല്ലേ? തിരുത്തൽ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം, 40 ദിവസം എന്ന് പറയുന്നത് വളരെ ചെറിയ ദിവസമായിട്ട് കാണാനും നമുക്ക് കരുതാനും സാധിക്കില്ല. ഈ 40 ദിവസത്തിനുള്ളിൽ നമ്മൾ തുടങ്ങി വെക്കേണ്ടതായിട്ടുള്ള പ്രോജക്റ്റുകൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൾട്ടി ഇയർ പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്കൊക്കെ ആണ് നമ്മൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കി സമർപ്പിക്കുന്നത്. ആ തരത്തിൽ ഇന്ന് വരെ ഒരു ഈ സംസ്ഥാനത്ത് എന്തൊക്കെയാണ് നിർമ്മാണ പ്രവൃത്തികൾ വേണ്ടത് എന്നുള്ള ഒരു ഊഹം അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ, അതിനുള്ള ഒരു പശ്ചാത്തല സൗകര്യം ഇവിടെ സംസ്ഥാനം ഒരുക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫണ്ട് റിലീസായ ഉടനെ തന്നെ ഞാൻ രാഷ്ട്രീയത്തിനപ്പുറം താങ്കളടക്കം വയനാട് മത്സരിച്ച വ്യക്തിയാണ്. നമ്മുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും സംവിധാനവും അറിയാം. ഒരു തൊടുന്യായം എന്നതിനപ്പുറത്തേക്ക് ഈ 40 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീഷൻ പ്രായോഗികമാണോ? അത് നമ്മളൊരു സാധാരണ വീട് പണിയുമ്പോൾ പോലും നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ന്യായമാണോ? അപ്പോൾ ഞാൻ പറയുന്നത്, പണം അനുവദിച്ചു എന്നത് ആദ്യം ആ ദിവസം ഒന്ന് പുനഃക്രമീകരിക്കേണ്ടതല്ലേ? അതിലും ഒരു ആലോചന നടക്കേണ്ടതല്ലേ? സംസ്ഥാനം ഒരു കത്ത് അല്ലെങ്കിൽ ഒരു അപേക്ഷ നൽകിയാൽ അത് കേന്ദ്രം പരിഗണിക്കുമോ? എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ നിലപാടിക്കാൻ? ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ബിൽഡിംഗ് പണിയാൻ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഒറ്റ നിലയുള്ള ഒരു വീട് പണിയണമെങ്കിൽ തന്നെ 40 ദിവസം എന്നുള്ളത് ഒരു പ്രായോഗികമല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇത് തുടങ്ങി വെക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കണം എന്നുള്ളതാണ്. ഇത് 40 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു എക്സ്റ്റൻഷൻ ചോദിച്ചു വാങ്ങുവാനും തീർച്ചയായിട്ടും ആ എക്സ്റ്റൻഷൻ കേന്ദ്രം പരിഗണിക്കും എന്നുള്ള ഒരു ഉറപ്പ് തന്നെ നമുക്കുണ്ട്. എന്തായാലും വളരെ നല്ല നിലപാടാണ്. അതിലൊരു പുനഃപരിശോധന ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ചില പദ്ധതികളുടെ അപ്രായോഗികത സംബന്ധിച്ച്, ഉദാഹരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുന്നതല്ല എന്നതാണ് കേന്ദ്ര നിബന്ധന എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശം വരേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെ അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഈ മുണ്ടക്കൈ ചൂരൽമല റോഡ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം, വലിയ ബിൽഡിംഗ്, തകർന്നുപോയ ബിൽഡിങ്ങുകളുടെ നിർമ്മാണമൊക്കെ സ്വാഭാവികം നടക്കേണ്ടതാണല്ലോ. ഈ 2 ഇനങ്ങൾക്കാണ് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരിക. അപ്പോൾ ഈ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ പണം ചെലവഴിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതുകൂടി ഒരു പുനർവിചിന്തനം നടത്തേണ്ടി വരില്ലേ? കെട്ടിട നിർമ്മാണത്തിന് തീർച്ചയായിട്ടും നമുക്ക് ഫണ്ട് അനുവദിക്കേണ്ടതാണ്. ഇത് ഇപ്പൊ അനുവദിച്ചിരിക്കുന്നതിന് പുറമെ ആയിട്ട് കൂടുതൽ ഫണ്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് കെട്ടിട നിർമ്മാണം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ നിരവധി വീടുകളാണ് പണിതുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിലുടനീളം. അത്തരത്തിൽ പദ്ധതികൾ വെച്ചുകൊണ്ട് വയനാടിനൊരു പ്രത്യേക പാക്കേജ് ആയിക്കൊണ്ട് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും
നടക്കേണ്ടതുണ്ട്. അതിനായിട്ടുള്ള ഒരു പ്രോജക്ട് സബ്മിഷൻ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പോകേണ്ടതുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ വീടുകൾ മാത്രമല്ല നഷ്ടപ്പെട്ടത്, നമുക്കറിയാം ഒരുപാട് റോഡുകൾ തകർന്നിട്ടുണ്ട്, പാലങ്ങൾ തകർന്നിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ അനുവദിക്കേണ്ടതായിട്ടുള്ള തുക ലഭിച്ചുകൊണ്ട് ഇപ്പോ കിട്ടിയിരിക്കുന്ന തുകയിൽ നിന്നും ആവശ്യമായിട്ടുള്ള തുക മാറ്റി വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി കുറച്ചു കഴിഞ്ഞ് നമുക്കറിയാം മഴ വരുന്നതോടുകൂടെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഒരു തടസ്സം നിൽക്കുന്ന സാഹചര്യമാവും. അപ്പൊ ആ മഴയ്ക്ക് മുൻപ് ആയിട്ട് എത്രത്തോളം മുൻപോട്ട് നീങ്ങാൻ സാധിക്കുമോ അത്രത്തോളം പ്രവർത്തനങ്ങൾ അത് ആരംഭിക്കാനുള്ളതെങ്കിലും അതിന്റെ തറക്കല്ലിടുന്ന പ്രവർത്തനമെങ്കിലും സംസ്ഥാനം ഈ ഒരു ഫണ്ട് റിലീസായ സമയത്ത് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരു കാര്യം കൂടി, നമുക്കറിയാം ഈ വലിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് കൈയയച്ച സഹായം കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. അത്തരം ഇടങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടല്ല. നമുക്ക് മുന്നിൽ ഉദാഹരണം ബീഹാർ ആവട്ടെ, അതല്ലെങ്കിൽ മറ്റ് ആന്ധ്ര പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളാവട്ടെ, അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ അവർക്ക് നൽകിയ സഹായം ഉദാഹരണമായി നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അതൊരു ഗ്രാൻഡായി പോയി നൽകാൻ തയ്യാറായില്ല. വായ്പയായിട്ടാണ് ഈ തുക നൽകിയത്. 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി, അതൊരു സാവകാശമാണ്. പക്ഷേ വായ്പയായിട്ടാണ് നൽകിയത്. അപ്പോൾ സഹായം ആവശ്യപ്പെട്ടപ്പോൾ സഹായം നൽകി എന്നതിനപ്പുറത്തേക്ക് ഇതൊരു മറ്റൊരു തരത്തിൽ കേരളത്തെ കാണുന്നു എന്നൊരു പ്രശ്നം കൂടി ഇതിൻ്റെ അകത്തില്ല. അതിൻ്റെ അകത്ത് രാഷ്ട്രീയം തീർച്ചയായും നമുക്ക് കാണേണ്ടി വരില്ലേ? അങ്ങനെ കാണാൻ സാധിക്കില്ല. എപ്പോഴും നമുക്കറിയാം ഒരു ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മൾ പറയുന്നത് കേരളത്തെ അവഗണിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ബീഹാറിനൊക്കെ ഉദാഹരണമാക്കി എടുക്കുമ്പോൾ ഇതിനു മുൻപ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന തുകകൾ, അത് പ്രളയമായിക്കൊള്ളട്ടെ, ഇത് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ തനതായിട്ടുള്ള സഹായം നമ്മുടെ സംസ്ഥാനത്തിന് ലഭ്യമായിട്ടുണ്ട്. ഇപ്പൊ ഈ സാഹചര്യത്തിലായാലും ശരി, ഒരു സഹായം സംസ്ഥാനം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച ഉടൻ തന്നെ അതിതീവ്ര ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കേന്ദ്രം നൽകിയിട്ടുണ്ട്. മതിയാവാത്ത ഫണ്ട് തീർച്ചയായിട്ടും നൽകാൻ കേന്ദ്രം ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പങ്ക് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള സമയത്തിന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വളരെ നന്ദി നവ്യ ഹരിദാസ് പ്രതികരിച്ചു. എന്തായാലും BJP എടുക്കുന്ന നിലപാടതാണ്, കേന്ദ്ര സഹായം കൂടുതൽ ഉണ്ടാവട്ടെ എന്ന നിലപാടാണ്. അരുൺ, ഒരു കാര്യം, ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷം കോൺഗ്രസ് കടുത്ത വിമർശനം, കേന്ദ്ര വിമർശനം നടത്തുന്നുണ്ട്. കേരളവും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരടക്കം അത്തരമൊരു വിമർശനം നടത്താതിൻ്റെ കാരണം കൂടുതൽ കേന്ദ്ര സഹായം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ വയനാട് ഈ മുണ്ടക്കൈ ചുരൽമല പുനരധിവാസം പൂർത്തിയാവണമെങ്കിൽ കേന്ദ്ര സഹായമില്ലാതെ സാധ്യമാവില്ല. അതുകൊണ്ട് എൻ്റെ ഒരു പ്രായോഗികത മനസ്സിലാക്കിയാണോ അല്പം ഒരു കേന്ദ്രത്തോടൊരു മയപ്പെടുത്തൽ നടത്തുന്നുണ്ടോ സർക്കാർ? തീർച്ചയായിട്ടും കേന്ദ്രത്തെ ഇതിലൊരു കടന്നാക്രമിച്ച് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ താല്പര്യപ്പെടുന്നില്ല. ഇനിയും കേന്ദ്ര സഹായം ഇപ്പോൾ വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിലായും മറ്റ് പൊതുവിലുള്ള കേന്ദ്ര വായ്പകളടക്കം കാര്യത്തിലും പൂർണ്ണമായും കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാനം ഒരു നിലപാടെടുക്കില്ല. അതിന് കാരണം ഇനിയും കേന്ദ്രത്തിൽ നിന്ന് സഹായങ്ങൾ സംസ്ഥാനം ആഗ്രഹിക്കുന്നു. വിഴിഞ്ഞത്തിന്റെ VGF-ന്റെ കാര്യത്തിൽ പോലും വിമർശനം ഉന്നയിക്കുമ്പോഴും ഇനിയും സഹായം ലഭ്യമാകുന്ന പ്രതീക്ഷയാണ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വയനാടിന്റെ കാര്യത്തിലും ബജറ്റിൽ പോലും അത്തരമൊരു പ്രതീക്ഷ സംസ്ഥാനത്തിനുണ്ട്.